സുഹൃത്ത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി നിങ്ങളെ രണ്ടുപേരെയും കൂടെ ജയിപ്പിച്ചു വിട്ടാൽ ഒരേപോലെയല്ലേന്ന്. ആ സുഹൃത്തിനോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, റോബർട്ട് വധേര വലിയ കുംഭകോണക്കാരൻ, അഴിമതിക്കാരൻ, ഭൂമി കുംഭകോണം, ഞങ്ങൾക്കൊരവസരം ഞങ്ങൾ പിടിച്ച് അകത്തിടും. ആരാ റോബർട്ട് വധേര? സോണിയാഗാന്ധിയുടെ മരുമകൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്. ആ റോബർട്ട് വധേര ആർക്കാ പണം കൊടുത്തതെന്നറിയാവോ? ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ പുറത്തു വന്നു 170 കോടി കൊടുത്തിരിക്കുന്നത് ആർക്കാ കൊടുത്തേ? കോൺഗ്രസിനല്ല, BJPക്ക്. നിങ്ങൾ ആരാണ്ടൊക്കെ ഇവിടെ പോയ കാര്യം പറയുന്നു. 13 മുഖ്യമന്ത്രിമാരാണ് നിങ്ങളുടെ പാളയത്തു നിന്ന് അപ്പുറത്ത് പോയിരിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾ, MLA മാർ എല്ലാമായി നിരവധി പേർ. തോമസ് ഐസക്കിനെ വിജയിപ്പിച്ചു വിട്ടാൽ 1 കോടിയുമായി ആര് വന്നാലും തോമസ് ഐസക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ കാണും. ഒറ്റ കാര്യം കൂടി, ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ ശബരിമല ഉൾക്കൊള്ളുന്ന ജില്ലയാണ്. ഈ ശബരിമലയുടെ പേരിൽ ഒരു തവണ ഇന്ത്യൻ പാർലമെന്റിൽ അതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് പറയാത്ത ആന്റണിയെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. തോമസ് ഐസക് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ എത്തിയാൽ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയാൽ ആ ശബരിമലയുടെ പേരിൽ വികസനമെത്തും.